അസ്സലാമലൈക്കും. മുഹറം 10 ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നോമ്പ് തുറക്കായിട്ട് ബിരിയാണിയാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബിരിയാണിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്കത് കാണിക്കാം, അത് അതിൻ്റെ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ചിക്കൻ ബിരിയാണിയൊക്കെ എല്ലാവർക്കും അറിയും, എങ്കിലും ഞാൻ ഇന്ന് ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്തിട്ടാണ് ഒന്ന് കാണിച്ചു തരാം. സവോള നല്ല കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവോള വഴറ്റിയെടുക്കുക. ബിരിയാണിക്ക് കുറച്ച് കൂടുതൽ എണ്ണ ഉള്ളത് നല്ല ടേസ്റ്റാണ്. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഇതും പൊരിച്ചെടുക്കണമെന്നില്ല, നമ്മുടെ പാലക്കാടൻ ബിരിയാണിയാണ്. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ അതൊന്ന് മൂടി വെച്ച് വേണം നന്നായി വഴന്ന് വരും. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ചത് അതിലിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായി മൊരിഞ്ഞ് വരണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ് ഇതിൻ്റെ. ശരിക്കും ബിരിയാണിൻ്റെ മണം വരണമെങ്കിൽ അത് നന്നായി മൊരിഞ്ഞ് കിട്ടണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി അതൊക്കെ ഒന്ന് നമ്മൾ അടിയിൽ പിടിച്ച പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉരതിയാൽ തന്നെ അതിൻ്റെ മണം, പ്രത്യേകിച്ച് മണം വരും. അപ്പോൾ അത് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഇത്തിരി മുളക് പൊടി ഇടാം. എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇടുക. ഇറച്ചി ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അതിനുള്ളതൊക്കെ വേണം. അതിപ്പോൾ ഇറച്ചിയിൽ പിടിക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ അതിലേക്ക് പോകും. അപ്പോൾ അതിനാവശ്യത്തിലുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ചിക്കൻ വേവിക്കാനുള്ളത് ഇതാണ് ഇപ്പോൾ അത്. പിന്നെ ഗരം മസാല പൊടി ഇടുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്താ മണം, നല്ല മണമാണ് ഇത്. എന്താണ്, എനിക്ക് പൊതുവേ ഗരം മസാലയുടെ മണം നല്ല ഇഷ്ടമാണ്. പക്ഷേ ബിരിയാണിയിലൊക്കെ ഒരുപാട് ഇട്ടാൽ ഒരു കുത്തൽ മണം, അത് ഇഷ്ടമല്ല കേട്ടോ. നന്നായിട്ട് വഴന്ന് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്ന് മൊരിഞ്ഞിങ്ങനെ വരുമ്പോൾ തക്കാളിയും 2 പച്ചമുളക് കീറിയതൊക്കെ ഇടാം. അതൊക്കെ ആലോചിച്ചിട്ട് വേണം മുളക് പൊടി ഇടാൻ. പച്ചമുളക് ഇതിലിടണോണ്ടേ, പച്ചമുളക് ഒരു പ്രത്യേക മണമാണ്. ബിരിയാണിക്കൊക്കെ പച്ചമുളക് ഇടുന്നത് നല്ലൊരു മണമാണ്. അതിന് ശേഷം നമുക്ക് തക്കാളി ഒന്ന് വഴന്ന ശേഷം ചെറിയ വേവാകുമ്പോൾ നമുക്ക് ഇതിടാം, ചിക്കൻ ഇടാം. എന്നിട്ട് ചിക്കൻ്റെ കൂടെ കിടന്നിട്ട് തക്കാളി വേവണം. ചിക്കനൊക്കെയുള്ള ആവശ്യമായിട്ടുള്ള മസാലകളാണ് ഇപ്പോൾ ഇതൊക്കെ ഇട്ടിക്കണത്. നന്നായി ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ചിക്കനക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ സവോള വഴറ്റുകയാണെങ്കിൽ അതിലേക്ക് ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ തക്കാളി ഇട്ടാൽ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്കത് ഈ ചിക്കൻ ഇട്ടപ്പോൾ ചിക്കനക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വെള്ളം തിളക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ അതിനാവശ്യമായിട്ടുള്ള ബിരിയാണിക്ക് കുറച്ച് ഉപ്പ് മുന്നിൽ നിൽക്കും. വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം എന്നുള്ള കണക്കാണ്. അപ്പോൾ നമ്മൾ 1.25 പാത്രം ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇത്തിരി തൈരും ചിലപ്പോൾ അരിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണക്കാകട്ടെ വന്നിട്ട് 1.25 പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചിക്കനിലും കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഒഴിക്കാൻ. അപ്പോൾ അത് തൈരിൽ ഇത്തിരി ചെറുനാരങ്ങ നീരും ഒഴിച്ച് കുറച്ച് കളറും കലക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ല ഇളക്കി കൊടുക്കുക, അരിയും ഇതൊക്കെ കൂടി ഇട്ട്. ഇളക്കി നന്നായി വെള്ളം വറ്റട്ടെ. അതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ബിരിയാണിക്ക് ഒരുപാട് നെയ്യ് വേണമെന്നൊന്നുമില്ല. നെയ്ച്ചോറിനാണ് നമ്മൾ സാധാരണ നെയ്യ് നല്ലോണം നെയ്യ് ഒഴിക്കേണ്ടത്. അത് കുറച്ച് മതി. ഞാനിപ്പോൾ ഒരു 1.5 കിലോ അരിയാണ്, അപ്പോൾ അതിനാവശ്യമുള്ള നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. അതിനുശേഷം മല്ലിയില വിതറുക. അത് നമുക്ക് നന്നായി ദമ്മാക്കാൻ വേണ്ടിയിട്ട് അടിയിൽ ദോശച്ചട്ടി വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഇത് വെക്കുക.
നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണിത്. നമുക്ക് എല്ലാവർക്കും പാലക്കാടൻ ബിരിയാണിനോട് പ്രത്യേക താല്പര്യമാണ്. പാലക്കാട്ടുകാർക്ക് പാലക്കാടൻ ബിരിയാണിനോട് ഒരു വലിയ താല്പര്യം. കുറച്ച് എരിവും ഇതൊക്കെ ഉണ്ടാവും. ബിരിയാണി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും. ഇനി അടുത്ത റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും